Hi everyone, welcome to Epic Learning. നമ്മൾ ഇന്നിവിടെ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് ഓഫ് പെഡഗോജിയുടെ ഒരു ടോപ്പിക് ആയിട്ടുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് ഇതാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് എയിം അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ടേമിന്റെ മീനിങ് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഗോൾസ് അല്ല, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ, അതായത് കുറേ കാലം എടുത്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളിനാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. എന്നാൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഗോൾസ് ആണ്. അതായത് നമ്മളെ ഈ എയിമിലോട്ടേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ ഗോൾസ് ഉണ്ടാവുന്ന അങ്ങനെയുള്ള ഷോർട്ട് ടേം ഗോൾസിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറിന്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ താങ്കളുടെ കുട്ടികളിൽ എന്താ പറയുന്നത്, ഒരു എൻക്വയറി, എന്താ പറയുന്നത്, എല്ലാം ചോദിച്ചും കണ്ടു അറിയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു എൻക്വയറി ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത് വേണമെങ്കിൽ ഇതൊരു ടീച്ചറിന്റെ എയിം ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് എയിമാണ്. ഇതിപ്പോ ഒരു ടീച്ചർക്ക് ഒരൊറ്റ ക്ലാസ് കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല, വേണമെങ്കിൽ എത്രയോ ഇയേഴ്സ് എടുത്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. എയിം എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഗോളാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന്റെ എൻഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ, ഈ ഒരു ക്ലാസ്സിന്റെ എൻഡ് ആകുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങൾക്ക് എന്താണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റണം. അപ്പൊ അതെന്റെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഷോർട്ട് ടേം ഗോൾസിനാണ് ഞാൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഗോൾസ് ആണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ജനറൽ എയിംസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് പഠിക്കുന്നതിന് കുറച്ച് എയിം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരാൾ ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കാം. എറൗസിങ് ലവ് ഇൻ ആൻഡ് ഫോർ നേച്ചർ. അതായത് ചുറ്റുമുള്ള സഹജീവികളോട് എന്താണ് സ്നേഹത്തോടുകൂടി എമ്പതിയോടുകൂടി പെരുമാറാൻ ആണ് നിങ്ങളെ ഒരു ഒബ്ജക്റ്റീവ്. അതാണ് സ്നേഹത്തോടുകൂടി എമ്പതിയോടുകൂടി ചുറ്റുമുള്ള സഹജീവികളോട് പെരുമാറുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, എറൗസിങ് ലവ് ഇൻ ആൻഡ് ഫോർ നേച്ചർ. രണ്ടാമത്തത് ഡെവലപ്പിംഗ് ഹാബിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ, എക്സ്പ്ലോറേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് തിങ്കിങ്. അതായത് നമുക്ക് അറിയാത്തൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒബ്സർവ് ചെയ്യാനും അതെന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി എക്സ്പ്ലോർ ചെയ്യാനും അതിനെ ക്ലാസിഫൈ ചെയ്യാനും അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് ക്ലാസിഫൈ ചെയ്യാനും ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെ. അങ്ങനെ ഒരു എല്ലാത്തിനും എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഫിസിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ. മൂന്നാമത്തത് പറയുന്നത് ഡെവലപ്പിംഗ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് അമംഗ് സ്റ്റുഡൻസ്. എന്താണ് ഈ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുട്ടികളെ എന്താ പറയുക, എന്താണ് റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിന്റെ പിന്നിലുള്ള സത്യം എന്താണ്, ഒരു പ്രോസസ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, എല്ലാം അറിയാത്ത കാര്യങ്ങൾ എന്താ പറയുന്നത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുക. അതിനു വേണ്ടി കൂടിയാണ് ഫിസിക്കൽ സയൻസ് ടീച്ചിങ്. ഡെവലപ്മെന്റ് ഓഫ് നീറ്റ് ആൻഡ് ഓർഡർലി ഹാബിറ്റ്സ് അല്ലെ, ഒരു നീറ്റ് ആൻഡ് ഓർഡർ ആയിട്ടുള്ള ഒരു പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇൻകൾക്കേഷൻ ഓഫ് ദ ഹാബിറ്റ് ഓഫ് ഹെൽത്തി ലിവിങ്, നല്ല രീതിയിൽ എല്ലാവരും ഹെൽത്തി ആയിട്ട് ലിവ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക. ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു ജനറലൈസ് ആൻഡ് അപ്ലൈ നോളജ് ഇൻ എവറിഡേ ലൈഫ് അല്ലെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു എക്സാമിനേക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ സയൻസ് പഠിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്ക്, ടു ഇൻസ്പയർ ചിൽഡ്രൻ വിത്ത് സ്റ്റോറീസ് ഓഫ് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് അല്ലെ. നമുക്ക് സയൻസിൽ കുറേ എന്താ പറയുക ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് ഓരോരോ ഡിസ്കവറീസിലൊക്കെ. അപ്പം ഇതൊക്കെ നമ്മുടെ ചിൽഡ്രന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ഇൻസ്പയർ ആവും ഇങ്ങനെ പല കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനും ഒക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ കുട്ടികളെ ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എയിംസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസിൽ പറയാനുള്ളത്. ഇനി നമുക്കൊരു NCF 2005 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. NCERT പബ്ലിഷ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് എങ്ങനെയായിരിക്കണം കരിക്കുലം എന്നുള്ളതിന് വേണ്ടിയിട്ട് NCERT പബ്ലിഷ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഈ NCF എന്ന് പറയുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് എന്നാണ് മീനിങ്. അതില് എങ്ങനെയായിരിക്കണം എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ NCERT പബ്ലിഷ് ചെയ്ത 4ാമത്തെ ഫ്രെയിം വർക്കാണ് NCF 2005 എന്ന് പറയുന്നത്. NCF 2005 കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താക്കണം, കണക്ടിങ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാവരുത്.
ഒരു കുട്ടിക്ക് എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ റിയൽ ലൈഫായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. സ്കൂളിന് പുറമെ, അതായത് എന്താ പറയുക, സ്കൂളിലോട്ടേക്ക് മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല എഡ്യൂക്കേഷൻ. റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നോക്കുക, എൻഷുറിംഗ് ദാറ്റ് ലേണിംഗ് ഈസ് ഷിഫ്റ്റഡ് അവേ ഫ്രം ബ്രോഡ് മെത്തേഡ്സ്. അതായത് ജസ്റ്റ് ഒരു ബൈ ഹാർട്ട് ലേണിംഗ് മാത്രം ആവട്ടെ, അല്ലെ? എല്ലാം എന്താണ് പറയുന്നതെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ ജസ്റ്റ് എന്താണ് എല്ലാം ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ലേണിംഗ് ആവരുത്. ഒക്കെ നമ്മൾ എന്താ പറയുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കണം പഠിക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം, enriching the curriculum to provide for overall development of child rather than remain textbook centric. അതായത് നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് ഒരു ചൈൽഡിന്റെ എല്ലാ ഏരിയാസിലും ഡെവലപ്മെന്റ് നടക്കണം. സ്കൊലാസ്റ്റിക് ഏരിയ ആയിക്കോട്ടെ, കോ സ്കൊലാസ്റ്റിക് ഏരിയ ആയിക്കോട്ടെ, എല്ലാ ഏരിയയിലും ഈക്വൽ ആയിട്ട് ഡെവലപ്മെന്റ് നടക്കണം. അല്ലാതെ എന്താണ് ഒരു കുട്ടീനെ കോഗ്നിറ്റീവ് ഡൊമൈനിന് മാത്രം വളർച്ച വരുന്ന ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ അല്ല നമുക്ക് വേണ്ടത്. ഒരു കുട്ടിന്റെ എല്ലാ ഏരിയാസിലും ഒരേപോലെ ഡെവലപ്മെന്റ് നടക്കണം. നാലാമത്തെ പോയിന്റ് നോക്കാം, മേക്കിംഗ് എക്സാമിനേഷൻസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ക്ലാസ് റൂം ലേണിംഗ്. നമ്മളിപ്പോ കറന്റ്ലി കണ്ടുവരുന്ന എക്സാം രീതി എങ്ങനെയാണ്? ഒരു 1 year പഠിക്കുന്ന എൻ്റെ സംഭവം ലാസ്റ്റ് ഒരു 3 hours ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ 1 year പഠിച്ചത് ചെറിയൊരു സമയത്തേക്ക് ടെസ്റ്റ് ചെയ്യാണ്. അതിന് പകരം എക്സാമിനേഷൻ എന്ന് പറയുന്നത് കരിക്കുലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ 1 year ഇന്റഗ്രേറ്റഡ് ആയിട്ട് പോകണം, അല്ലെ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് പോകണം. എന്തെങ്കിലും ഒരു കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും പറ്റണം. ആ ഒരു രീതിയിലുള്ള കരിക്കുലം ആയിരിക്കണം. കരിക്കുലം കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ കരിക്കുലത്തിൽ ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം. ഇനി അടുത്ത പോയിന്റ് നോക്കാം, നർച്ചറിംഗ് ആൻഡ് ഓവർ റൈഡിംഗ് ഐഡന്റിറ്റി ഇൻഫോംഡ് ബൈ കെയറിംഗ് കൺസേൺസ് വിത്തിൻ ദ ഡെമോക്രാറ്റിക് പോളിസി ഓഫ് ദ കൺട്രി. അതായത് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസും കൂടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒന്നായിരിക്കണം. ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് ലിവിങ്, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരു ഹാർമോണിയസ് വേയിൽ ലിവ് ചെയ്യാം, അത്തരത്തിലുള്ള ഡെമോക്രസിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കരിക്കുലം. ഇനി ഇത്രയും കാര്യങ്ങളാണ് NCF 2005 കോമൺ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി NCF 2005 എങ്ങനെയായിരിക്കണം സയൻസ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രൈമറി ലെവലിൽ നമ്മൾ സയൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെയല്ല നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ എത്തുമ്പോൾ സയൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പ്രൈമറി ലെവലിൽ നമ്മൾ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, അപ്പർ പ്രൈമറി ലെവലിൽ വേറെ രീതിയിലാണ്, സെക്കൻഡറി സ്റ്റേജിൽ വേറെ രീതിയിലാണ്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്റ്റേജിലും വേറൊരു രീതിയിലാണ് നമ്മൾ സയൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ പ്രൈമറി ലെവലിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് കുട്ടികളിൽ ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പ്രൈമറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 5 ക്ലാസ്സസ്, അല്ലെ? ആ ടൈമിൽ നമ്മൾ കൊണ്ടുവച്ചിട്ട് കുട്ടികളെ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ അതിന് പകരം അവരുടെ ഉള്ളിലെ ക്യൂരിയോസിറ്റിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം പ്രൈമറി ലെവലിൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രന്റെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കുറച്ച് എക്സ്പീരിമെന്റ്സിലൂടെ, അല്ലെ, അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുക, ഓരോരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെ പഠിപ്പിക്കുക. അവർക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ നോക്കുക. അപ്പൊ അവർക്ക് ക്യൂരിയോസിറ്റി അവരെ മാക്സിമം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് പ്രൈമറി ലെവലിൽ വേണ്ടത്. ഇനി അപ്പർ പ്രൈമറി ലെവലിലാകുമ്പോൾ നമ്മൾ അപ്പർ പ്രൈമറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th മുതൽ 8th വരെയുള്ള ക്ലാസ്, അതിനാണ് നമ്മൾ അപ്പർ പ്രൈമറി ലെവൽ എന്ന് പറയുന്നത്. അപ്പർ പ്രൈമറി ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മൾ അവർക്ക് കുറച്ച് സയൻസിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ലോസും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എൻവയോൺമെന്റൽ ക്ലെൻലിനെസ് എന്താണ്, പേഴ്സണൽ ഹൈജീൻ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അപ്പർ പ്രൈമറി ലെവൽ ആകുമ്പോൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ സെക്കൻഡറി സ്റ്റേജ് ആകുമ്പോൾ, അതായത് ഈ 9th and 10th ഒക്കെ ആകുമ്പോൾ അവർ പഠിക്കും. ഈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, കുറേ സബ്ജക്റ്റ് കൂടിയ ഒരു സംഭവമാണ് സയൻസ് എന്ന് പറയുന്നത്, അല്ലെ? സയൻസിൽ തന്നെ എന്തുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, സുവോളജി ഉണ്ടെന്നൊക്കെ അവർ പഠിക്കും. പക്ഷേ അവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല ഈ ഒരു ടോപ്പിക് ഒന്നും പഠിക്കുന്നത്. എന്നാലും അവർ മനസ്സിലാക്കും ഇങ്ങനെ ഒരൊറ്റൊരു സബ്ജക്റ്റ് അല്ല സയൻസ്, അതിൻ്റെ അകത്ത് വേറെയും പല കമ്പോണൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ സെക്കൻഡറി സ്റ്റേജിൽ അവർക്ക് മനസ്സിലാവും സയൻസ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ഡിസിപ്ലിൻ ആണെന്നും അവിടെ വെച്ച് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു
അല്ലെ, കുറച്ച് എൻവയോൺമെന്റൽ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ യൂണിറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് സെക്കൻഡറി സ്റ്റേജ് ആവുമ്പോൾ പറഞ്ഞു കൊടുക്കും. പിന്നീടുള്ളത് ഹയർ സെക്കൻഡറി സ്റ്റേജ് ആണ്. ഹയർ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് +1 ആൻഡ് +2 ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും. ബോട്ടണി വേറെ, സുവോളജി വേറെ, ഫിസിക്സ് വേറെ, കെമിസ്ട്രി വേറെ എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും. എന്താ പറയുക, ഓരോരോ ടോപ്പിക്കും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങും. അത്തരത്തിലുള്ള ഒരു സയൻസ് എഡ്യൂക്കേഷൻ ആണ് NCF 2005 പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്നുള്ള യൂണിറ്റിലുള്ളത്.